2026 കോൺഗ്രസിന് ഭരണം വേണ്ടേ? ഇത് ചോദിക്കുന്നത് UDF പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ്. 10 വർഷമായിട്ട് ഭരണമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. 2026 ഇത് ആവർത്തിക്കുകയാണെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമായി മാറും. മുസ്ലിം ലീഗ് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടുവന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അന്തഛിദ്രം ഉണ്ടായിരിക്കുന്നത്. ഒരു മുടിയനായ പുത്രനെ കൊണ്ട് പാർട്ടി അതിൻ്റെ യഥാർത്ഥ സൽഗുണ സ്വഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ജനങ്ങളുടെ മുന്നിൽ വളരെ വികൃതമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ലീഗ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ലീഗ് കോൺഗ്രസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ നോക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് അധ്വാനിച്ചത്? ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല ലീഗ് കണ്ടത്. അവിടെ UDF വിജയം ഉണ്ടാവുക, ആ വിജയം തുടർന്ന് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുക. ഇതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒന്നടങ്കം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു. കുഞ്ഞാലിക്കുട്ടി 40 ദിവസം മണ്ഡലത്തിൽ താമസിച്ചുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവാണ് വീടുകൾ കയറി ഇറങ്ങിയത്. ആ വിജയം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെറുകയിൽ നിന്ന് ഏവരും ആഹ്ലാദിച്ചു. അതാണിപ്പോൾ കോൺഗ്രസ് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നത് എന്നാണ് ലീഗ് പറയുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ്, അതായത് മറ്റു ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കോൺഗ്രസിനകത്ത്, അതായത് ഭരണം കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി കുപ്പായമിട്ട് നിരവധി പേരിറങ്ങി. VD സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും, ഇനി ഇതൊന്നും പോരാഞ്ഞ് KC വേണുഗോപാലും ഒക്കെ. ഈ കലഹം കേന്ദ്ര നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് അത്രയും സ്വാധീനമുണ്ട് കോൺഗ്രസിനകത്ത്, ഹൈക്കമാൻഡിനകത്ത്. മുസ്ലിം ലീഗ് പറയുന്ന കാര്യം ഹൈക്കമാൻഡ് കേൾക്കും, അത് നടപ്പിലാക്കും. അത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആ ആധിപത്യം കാരണമാണ് ഈ കോൺഗ്രസിനോട് അടുത്ത് നിന്നിരുന്ന ക്രൈസ്തവർ അകന്നു പോകാൻ കാരണവും അതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മുസ്ലിം ലീഗ് ഇത്രത്തോളം ആധിപത്യം സ്ഥാപിച്ച് കോൺഗ്രസിനെ വരുതിയിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കലഹം തുടരുമായിരുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് കോൺഗ്രസിനകത്തൊരു വെടിനിർത്തൽ ഉണ്ടായി. മുഖ്യമന്ത്രി പദം ഇപ്പോൾ ചർച്ച ചെയ്യണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഒന്ന് കെട്ടടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ മറ്റു പല രൂപത്തിലും കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ലീഗ് അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് 27 സീറ്റ് കൊടുക്കും. പക്ഷേ കഴിഞ്ഞ തവണ വരെ അവർ 19 സീറ്റും ജയിച്ചു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന സീറ്റ് അവർ സുരക്ഷിതമായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ ലീഗിന്റെ കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ എങ്ങനെയാ ജയിച്ചു വരുന്നത് എന്നുള്ള ആലോചിക്കണം. ലീഗിന്റെ പിൻബലം കൊണ്ട് മാത്രമാണ്. ലീഗിന്റെ സീറ്റിന്റെ അകത്ത് പോയി നിൽക്കാനാണ് കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കന്മാർക്ക് താല്പര്യം. കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് ലീഗിന്റെ സീറ്റായ ഗുരുവായൂരിൽ പോയി നിൽക്കാനാണ്. ലീഗിന് ആധിപത്യമുള്ള ഇടമാണ്. അതാകുമ്പോൾ പാര വയ്ക്കുകയോ പാലം വലിക്കുകയോ ആരും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ്. കാരണം കോൺഗ്രസിന്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് തന്നെ പതിയിരിക്കുന്നവരാണ്. അതൊക്കെ മാറ്റിയെടുത്തിട്ട് 2026 ഭരണത്തിലേക്ക് വരാനാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ പോലും കോൺഗ്രസ്സുകാർ അതിൻ്റെതായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നാണ് ലീഗ് പറയുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം നോക്കണം. നമ്മൾ അതിന് ചില വർഗീയ സ്വഭാവമൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവര് തീവ്ര വർഗീയ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെയും ഇപ്പോൾ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് ജമായത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളും ഒക്കെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്.
അതിനകത്ത് വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വോട്ടിനകത്ത് ഭിന്നിപ്പിക്കുക. അത് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്നത്. കാരണം BJP-യിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കണം. കേരളത്തിൽ BJP അതിശക്തമായി ഇടം പിടിച്ചത് കൊണ്ട് ലീഗ് ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് BJP-ക്ക് എവിടെ വിജയം ഉണ്ടാകുന്നുണ്ടോ അവിടെ UDF-ന്റെ തകർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ കേരളം മുഴുവൻ ഒരു യാത്ര നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് BDJS രൂപീകൃതമായത്. ആ BDJS എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ കോൺഗ്രസിന് പതനമാണ് സംഭവിച്ചത്. നാട്ടികയൊക്കെ ഉദാഹരണമാണ്. ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, 2026 BJP കേരളം ഭരിക്കും എന്നുള്ളത്. അതത്ര നിസ്സാരപ്പെട്ട കാര്യം അല്ല. ഇത് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിൽ അത് മറ്റു പാർട്ടിക്കാരും ഒക്കെ തമാശയായിട്ട് കണ്ടേനെ. സുരേന്ദ്രനെ ഏത് തരത്തിലിട്ട് വട്ടുതട്ടാമോ ആ തരത്തിലൊക്കെ ഇട്ട് വട്ടുതട്ടും. പക്ഷേ അമിത്ഷായുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എല്ലാ മുന്നണികളും. ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന്. ത്രിപുര ബാലികേറാമലയല്ലായിരുന്നോ BJP-ക്ക്? അതുപോലെ കേരളവും ബാലികേറാമലയാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞു വെക്കുന്നു. അത് മാറ്റിത്തരാം എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിൽ പോകണം എന്നുള്ളതാണ് ലീഗ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു തയ്യാറെടുപ്പിൽ പോകാതെ കോൺഗ്രസ് ഈ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ് ലീഗിൽ അതൃപ്തി ഉണ്ടാക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ LDF അവർ ഭരണം ഒന്നുകൂടെ ശക്തിപ്പെടുത്തണം എന്നും പറഞ്ഞു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സർക്കാർ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തും. ഓണത്തിന് DA കൊടുത്തു, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ കേഡർ പാർട്ടി തന്നെയാണ്. ആ കേഡർ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് അവർ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. വിഭാഗീയത വളരെ കുറവാണ് അവരുടെ പ്രസ്ഥാനത്തിനകത്ത്. മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ വിഭാഗീയത ഉണ്ടെങ്കിൽ ലീഗിനകത്ത് ഇതില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർക്ക് കൊടുക്കുന്ന സീറ്റുകളൊക്കെ അവർ സേഫാക്കി ഭരണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മിന്നുന്ന വിജയമല്ലേ ഉണ്ടാക്കിയത്? ചേലക്കരയിൽ കോൺഗ്രസ് ജയിച്ചില്ല, പക്ഷെ വിജയിക്കുന്നതിൻ്റെതായ ഒരു സൂചന അവിടെ കിട്ടിയിട്ടില്ലേ? അതായത് LDF-ന്റെ ഭൂരിപക്ഷം കുറച്ചു. 40,000 കെ രാധാകൃഷ്ണൻ വാങ്ങിച്ച ഭൂരിപക്ഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ എത്ര? 10,000-ൽ ഒതുങ്ങി. എന്തുകൊണ്ട് 10,000-ൽ ഒതുങ്ങി? ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായില്ലേ? ആ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസിനുണ്ടായ പരാജയം. അങ്ങനെ ആ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യാൻ സാധിക്കും. എന്തിന്? ഇടതു മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറെടുത്ത ജോസ് കെ മാണി ഇപ്പൊ കാല് പിറകോട്ട് വലിച്ചിരിക്കുകയാണ്. ഇതിന് നീക്കം നടത്തിയത് ആര്? മുസ്ലിം ലീഗാണ്. കുഞ്ഞാലിക്കുട്ടിയാണ് നീക്കം നടത്തിയത്. എന്തിനു വേണ്ടി നീക്കം നടത്തി? മുന്നണി വിപുലീകരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മുന്നണി വിപുലീകരിച്ചു കഴിയുമ്പോൾ അത് ഉറപ്പാക്കാം. ഇതിനിടയ്ക്കാണ് RSPയെ LDF-ലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ റാഞ്ചാനായിട്ട് അവർ നോക്കി നിൽക്കുകയാണ്. എന്തിന്? ലീഗിനെ പോലും LDF വിളിക്കുന്നില്ലേ? നിങ്ങൾ തീവ്രവാദം ഉപേക്ഷിച്ചിട്ട്, തീവ്രവാദമുള്ള കക്ഷികളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AKG സെന്ററിൽ റെഡ് കാർപ്പറ്റ് വിരിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ലീഗ് എന്താണ്? ലീഗിന് മനസ്സിലായി ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് മറ്റൊരു അപകടമായിരിക്കും. ലീഗിനെന്ന് പറഞ്ഞാൽ എപ്പോഴും CPM-ന്റെ ചവിട്ടടിയിൽ നിൽക്കാൻ അല്പം പ്രയാസമുണ്ട്. ബാർഗെയിനിങ് നടക്കത്തില്ല അവിടെ. കോൺഗ്രസിൽ മാത്രമാണ് ലീഗിന് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നത്. അപ്പോൾ ലീഗ് എന്തായാലും
കോൺഗ്രസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അത് മുഖവിലക്കെടുത്തില്ല എങ്കിൽ 2026 ലീഗ് അടങ്ങുന്ന സഖ്യ ഘടകകക്ഷികളെ എല്ലാം ചേർത്തുകൊണ്ട് കോൺഗ്രസിന് വീണ്ടും പ്രതിപക്ഷ നിരയിൽ തന്നെ ഇരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.